പ്രിയമുള്ളവരെ, സുന്നത്തും ജമാഅത്തും പ്രവാചകന്റെ ചര്യയും സഹാബത്തിന്റെ ഏകോപനാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ബിദ്അത്ത്. നമ്മളൊക്കെ കേട്ടുപരിചയമുള്ള ഒരു സംഭവമാണ്. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഒരുപക്ഷെ ഇന്നിവിടെ ഈ പ്രഭാഷണത്തിൽ വന്നിരിക്കുന്ന ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ടാവും പുത്തംവാദികള്, ബിദഈകള് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എന്താ ബിദഈകള്? പുതിയ ആചാരം ചെയ്യുന്നവരാണ്. ഞാൻ ഈ ശബ്ദം ശ്രവിക്കുന്നവരോട്, ഹൃദയത്തെ ടച്ച് ചെയ്ത് നിങ്ങളോട് ചോദിക്കാൻ, ഏത് കാര്യമാണ് റസൂലും സഹാബത്തും പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്യണമെന്നവർ അവകാശപ്പെട്ടത്? നമ്മൾ ഒരിക്കലും അള്ളാന്റെ ദീനിലുള്ള ഒരു കാര്യത്തെ എടുത്തു കളയുന്നില്ല. ഒന്നും അതിലേക്ക് എടുത്തു വെക്കരുത് എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ബിദ്അത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മുൻമാതൃകയില്ലാതെ പുതുതായി ഒന്ന് കൊണ്ടുവരിക എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഭാഷ ഉപയോഗിച്ചത് ബദീഉസ് സമാവാതി വൽ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. ഓക്കെ. വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം കഴിക്കുന്നവർ പുതുതായി കൊണ്ടുവന്നതാണ്. ഇനി പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൽ പുതിയ ആചാരത്തെ കൊണ്ടുവരലാണ് ബിദ്അത്ത് എന്ന് പറയാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്നു. അപ്പൊ നമ്മളൊരു കാര്യം കൊണ്ടുവന്നിട്ട് പറയാം, ഇത് നല്ല കാര്യമാണ്, ഇത് മതത്തിലായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് പുത്തൻ ആചാരമാണ്, അത് പുത്തൻ ആചാരം. ഇനി നിങ്ങൾ മനസ്സിലെ ഒന്ന്, ഹൃദയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളെ നമ്മൾ കൊണ്ടുവരണേ. ഒരു 30 കൊല്ലം പിറകിലെ ഈ പുൽപ്പറ്റയുടെ പരിസരങ്ങളിൽ ഇല്ലാത്ത ഏതൊക്കെ ആചാരങ്ങളാണ് 30 കൊല്ലത്തിന് ശേഷം പോകുന്നത്. നമ്മൾ പറയും ആ ഉസ്താദ് ഇജാസത്ത് തന്നതാണ്, ഈ ഉസ്താദ് വന്നപ്പോഴാണ് ഇത് തുടങ്ങി വെച്ചത്, മുമ്പ് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിപ്പോ തുടങ്ങിയ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് ഓരോന്നിങ്ങനെ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ കൊണ്ടുവരാം. ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേട്ടുപരിചയമുള്ള ഒരു സംഭവമാണല്ലോ ഈ മഹ്ദറത്തുൽ ബദരിയ, മജ്ലിസുന്നൂർ, ഈ 2 സംഭവം അങ്ങനെ കേട്ടുപരിചയമുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ്. പക്ഷെ നമ്മുടെ സ്വാഭാവികമായും എത്ര നാളായിട്ടുണ്ടാകും മജ്ലിസുന്നൂർ എന്ന വാക്ക് കേട്ടിട്ട്? എത്ര നാളായിട്ടുണ്ടാകും മഹ്ദറത്തുൽ ബദരിയ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്? അള്ളാന്റെ റസൂലിന്റെ ദീനിന് 1400 പഴക്കമല്ലേ? നമ്മളിങ്ങനെ പറയും മുഹിയുദ്ദീൻ മാല, റിഫായി മാല പാടാത്തവനൊന്നൊരു മുസ്ലിം എന്നല്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ? നിങ്ങൾ ലോകത്തപ്പോ എത്ര മുസ്ലിങ്ങൾ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചൊക്കെ. കേരളത്തിൽ മാത്രമാണോ? നമ്മളിങ്ങനെ മക്കയിൽ പോയാൽ അവിടുത്തെ ജരീർ പബ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ബുക്ക് സ്റ്റാളുകളിൽ പോയിട്ട് നമ്മൾ ചോദിക്കാണോ 2 മുഹിയുദ്ദീൻ മാല ഒരു കുത്തുബിയ്യത്ത് പറഞ്ഞാൽ അവര് മേപ്പെട്ട് നോക്കും, ഇതെന്ത് ഈ സംഭവം? പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുമാണ് ഞങ്ങൾക്ക്. അവർ പറയും ഇവിടെ ഫത്ഹുർ റബ്ബാനി ഉണ്ട്, ഫുതുഹുൽ ഗൈബ് ഉണ്ട്, അത് ലോകത്ത് എവിടെയും കിട്ടും. അതിന്റെ നമ്മള് അബ്ദുൽ ഖാദർ ജീലാനിയോട് സ്നേഹമുള്ള നമ്മൾ പഠിപ്പിക്കാതെ പോയി അതിൽ എന്തൊക്കെ ഒരു തരികട നടന്നിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, പുതുതായി ദീനിലൂടെ കൊണ്ടുവരലാണ് ബിദ്അത്തെങ്കില് അള്ളാന്റെ ദീനിൽ അതിന് സ്ഥാനമില്ല. അള്ളാന്റെ മുത്ത് റസൂൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ റസൂല് പറഞ്ഞു, നീ അയച്ചതായ നിന്റെ പ്രവാചകൻ എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ, ഒരു സ്വഹാബിയോടത് ചൊല്ലാൻ വേണ്ടി പറയുമ്പോ ആ സ്വഹാബി ചൊല്ലിക്കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, നിനക്ക് ഞാൻ എന്താ പറഞ്ഞത്? വബി നബിക്കല്ലദീ അർസൽത, നീ എന്താ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞത്? വബി റസൂലിക്കല്ലദീ അർസൽത, അള്ളാന്റെ ഹബീബ് പറഞ്ഞു പറ്റൂല, വബി നബിയിക്കല്ലദീ അർസൽത. എന്തേ? മുഹമ്മദ് നബി റസൂലല്ലേ, റസൂലാണ് എന്ന് മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലുൽ അസ്മിന്റെ പ്രവാചക ചക്രവർത്തിയാ. പക്ഷെ അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഒരു പദം പഠിപ്പിച്ചാൽ ആ വാക്കിനെ പോലും മാറ്റാൻ നമുക്കാർക്കും അധികാരമില്ല എന്ന് സ്വഹീഹ് ബുഖാരിക്ക് ശറഹ് എഴുതിയ പണ്ഡിത ലോകമാണ് വിലയിരുത്തിയത്. നമ്മുടെ വക നോക്കി, നബി എന്ന വാക്ക് മാറ്റി റസൂൽ എന്ന വാക്ക് പോലും നമ്മുടെ വക വെക്കാൻ അള്ളാന്റെ ദീനിൽ അധികാരമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അടിവരയിട്ട് പഠിക്കണം. ഒരു സൂചി പൊട്ടുകാര്യം എന്റെ വക ഇന്നതാണെന്ന് പറഞ്ഞേ അള്ളാന്റെ ദീനിൽ പറഞ്ഞില്ല. അള്ളാഹു കൊടുത്ത വഹിയല്ലാതെ, അള്ള പഠിപ്പിച്ച വഹിയല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സൂചി പൊട്ടുകാര്യം പോലും
അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിലൂടെ പറഞ്ഞു തന്നിട്ടില്ല. ഒക്കെ അള്ളാന്റെ വഹിയാണ്. പ്രിയമുള്ളവരെ, നല്ലതല്ലേ എന്ന് കരുതി നമുക്ക് പോലും കൊണ്ടുവരാൻ അവകാശമില്ല. സ്വഹീഹുൽ ബുഖാരി 924 നമ്പർ ഹദീസാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ സൽമാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അബൂദർദാന്റെ ഭാര്യ ഉമ്മുദർദാ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്ത സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അബൂദർദാ പകല് മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവൻ നമസ്കാരമാണ്, കുടുംബമായിട്ട് പോലും ഒരു ശ്രദ്ധയില്ല എന്ന് പറയുമ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുന്നു അബൂദർദായിനെ. അബൂദർദാ കടന്നു വന്നപ്പോ പറഞ്ഞു, അബൂദർദാ നീ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാ നിർബന്ധിച്ചുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. രാത്രിയിലൂടെ നമസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ നിന്റെ റബ്ബിനോട് നിനക്ക് ഹക്കുള്ളതുപോലെ നിന്റെ കുടുംബത്തോടും നിനക്ക് ഹക്കുണ്ട് അബൂദർദാ, അവളോട് കൂടെ നീ കഴിച്ചു കൂട്ടണമെന്നാ. രാത്രിയുടെ അവസാന സമയം ഇങ്ങ് കടന്നു വന്നപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാലും നിന്റെ സുബഹിന്റെ നേരത്ത് പ്രവാചകന്റെ സന്നിധിയിലൂടെ കടന്നു വന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയേ, ഇന്നലെ വരെ കടന്നു പോയ എന്റെ ജീവിതങ്ങളിലോട് എല്ലാ പകലുകളും എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നോമ്പുകാരനാണ്. രാത്രിയുടെ അന്ത്യാമങ്ങളെ മുഴുവനും ഇതാ എന്റെ അല്ലാഹ്ക്ക് വേണ്ടി ഞാൻ നിന്ന് നമസ്കരിച്ചിരുന്നവനാണ്. പക്ഷെ ഇതാ എന്റെ സൽമാൻ അതിനെ മുടക്കിപ്പോയി നബിയേ. നടന്ന കാര്യങ്ങള് A to Z ലോകത്തിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ മുത്ത് റസൂല് കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? സ്വദഖ സൽമാൻ, സ്വദഖ സൽമാൻ. സൽമാനിന്റെ പ്രവർത്തനമാണ് ഹക്ക്, സൽമാൻ ചെയ്തതാണ് ശരിയെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞെന്താ? രാത്രി നിസ്കാരം നല്ല കാര്യമില്ലേ? നല്ല കാര്യമാണ്. പകലിലെ നോമ്പ് നല്ല കാര്യമില്ലേ? നല്ല കാര്യമാണ്. കഴിവിന്റെ പരമാവധി മനോഹരമായി ചെയ്യാൻ അള്ളാന്റെ മുത്ത് റസൂല് പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു ദിവസം പോലും ഗ്യാപ്പ് വരാതെ തുടർച്ചയായി നോമ്പെടുക്കാൻ, എല്ലാ രാത്രികളിൽ നിന്നും നമസ്കരിക്കാൻ അള്ളാന്റെ മുത്ത് റസൂൽ അനുവാദം നൽകിയിട്ടില്ല. പ്രവാചകനിൽ നിന്ന് ആര് അതിര് കടക്കുന്നുവോ അവർ എന്നിൽപ്പെട്ടവനല്ല എന്നാ അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ദീനേതാ? റസൂൽ അന്ന് പൂർത്തീകരിച്ച ദീന് ചെയ്യാം.